സമയം രാത്രി 1 മണി. അന്ന് റമീസിന് ആ ഗ്രാഫിക് ഷീറ്റ് വരയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവൻ എന്നിട്ടും ആ ഗ്രാഫിക് ഷീറ്റ് വരച്ചുകൊണ്ടേയിരുന്നു. പ്രൊട്രാക്ടറും സ്കെയിലും ഡ്രാഫ്റ്റുമെല്ലാമായി റമീസ് ആ വര തുടർന്നു കൊണ്ടേയിരുന്നു. അവൻ അറിഞ്ഞില്ല, അവന്റെ പുറകിൽ മരണം അവനെ ഒരു നിഴല് പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവന്റെ മരണത്തെക്കുറിച്ച് അവന്റെ സുഹൃത്ത് ഷജീമിനെന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അതിന് 4 ദിവസം മുന്നേ ഒരു കൂട്ടം ആളുകൾ റമീസിനെ വന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പേടിയിൽ നിന്ന് റമീസ് തീരെ മുക്തനായിട്ടില്ല. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ റമീസ് വളരെ അസ്വസ്ഥനായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ഉറങ്ങില്ലായിരുന്നു. പിന്നെ ഗ്രാഫിക് ഷീറ്റ് വരക്കണം എന്ന് പറയാറുണ്ടെങ്കിലും അധ്യാപകൻ മാനസികമായും ലൈംഗികപരമായും ഒരു അഭിപ്രായം. ഷജീം എന്ന സുഹൃത്തിന് റമീസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എങ്കിലും അദ്ദേഹം അവന്റെ ലൈംഗികപരമായ ചില കാര്യങ്ങളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അവന്റെ ഏക അധ്യാപകൻ മനോജിനോട് ചോദിച്ചപ്പോഴോ അവൻ 2 ദിവസമായി ക്ലാസ്സിൽ വരാറില്ല. സ്ഥിരമായിട്ട് വരാറില്ല, എന്നാലും വരാറുണ്ട്. ഇടയ്ക്ക് ദീജയെ കാണാറുണ്ട്. ആ ദീജയും അവനെ കൈവിട്ടു എന്നറിഞ്ഞപ്പോൾ അവൻ നിരാശമൂകനായി. പിന്നെ ഞാൻ അധ്യാപകന് പറയാനുള്ളത് ഷജീമിൽ നിന്നും വ്യത്യസ്തമായൊരു കഥയാണ്. അധ്യാപകൻ പറഞ്ഞത് ദീജ എന്നൊരു പെൺകുട്ടിയെ പറ്റിയാണ്. അധ്യാപകൻ അറിയില്ല റമീസിന് എന്താണ് സംഭവിച്ചതെന്ന്. ഷജീം പറയുന്നതോ നമുക്ക് സത്യാവസ്ഥ എന്തെന്നറിയാൻ നമുക്ക് റമീസിനോട് തന്നെ ചോദിക്കാം.